എവിടെയെങ്കിലും ഒരു ആൾക്കൂട്ടം ഉണ്ടാവുകയാണെങ്കിൽ ആ ആൾക്കൂട്ടത്തിനിടയിൽ സ്റ്റാറായി നിൽക്കുന്ന ചില ആളുകളുണ്ടാകും. അതായത് ആ വ്യക്തി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചുറ്റിപ്പറ്റിയായിരിക്കും മറ്റുള്ളവരെ എല്ലാവരെയും കാണുക. അത്തരത്തിലുള്ള ഉയർന്ന കരിഷ്മയുള്ള ആളുകൾ, ആത്മവിശ്വാസത്തിന്റെ നിറകുടങ്ങൾ, നേതൃത്വ പാടവമുള്ള വ്യക്തിത്വം, അധികമൊന്നും ദയ കാണിക്കാതെ യുക്തിസഹമായും ശക്തമായും വ്യക്തമായും തന്റെ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന വ്യക്തിത്വം, എത്ര വലിയൊരു ജനക്കൂട്ടത്തെയും സ്വാധീനിക്കുവാനും അവരെ നിയന്ത്രിച്ചും അവരെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയുള്ളവർ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ ഒരു കാര്യം നടപ്പിലാക്കുവാൻ വേണ്ടി ഒരുപാട് ചിന്തിച്ച് സമയം വ്യർത്ഥമാക്കുകയും ചെയ്യുന്നവർ, എന്നാൽ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടും അത് നേടിയെടുക്കുന്നവർ. ആരെക്കുറിച്ചാണ് ഈ പറയുന്നതെന്നല്ലേ? അവരെയാണ് ENTJ അഥവാ കമാൻഡർ എന്ന് വിളിക്കുന്നത്. കമാൻഡർ എന്നാൽ എക്സ്ട്രോവേർട്ട്, ഇൻറ്റ്യൂറ്റീവ്, തിങ്കിങ് ആൻഡ് ജഡ്ജിങ്. ഈ 4 കഴിവുകൾ ഒരുമിച്ച് കാണപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. ബഹിർമുഖമായ, അവബോധമുള്ള, ചിന്തിക്കുന്ന, വിലയിരുത്തുന്ന വ്യക്തിത്വങ്ങൾ. അവരുടെ ആർജവം വളരെ ശക്തമായിരിക്കും. അവർ നേട്ടങ്ങൾ വാരിക്കൂട്ടുന്നതിൽ നിപുണരായിരിക്കും. അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള വിഷൻസ്, ആ വിഷൻസിനെ ശരിയായി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള അറിവ് ശേഖരണം, അറിവ് ശേഖരിച്ചതിന് ശേഷം പ്രവർത്തിക്കുന്നതിന് മുൻപ് ഒരുപാട് ചിന്തിക്കുന്ന ശീലം, പിന്നീട് ഒരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തടയാനാകാത്തൊരു പ്രവാഹമായി എല്ലാം കീഴടക്കിക്കൊണ്ടുള്ള മുന്നേറ്റം. ഇതെല്ലാമാണ് ഒരു കമാൻഡറുടെ ജീവിത രീതി. ഈ കമാൻഡർ വ്യക്തിത്വങ്ങൾ സ്വാഭാവികമായും ജനിച്ചപ്പോൾ മുതൽ തന്നെ അങ്ങനെയായിരിക്കും. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവർ സ്കൂളിൽ തന്നെ മറ്റുള്ള കൂട്ടുകാർക്കിടയിൽ ഒരു നേതാവായിരിക്കും. മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുകയും ഒരു ചെറിയ കളിയിൽ പോലും നേതൃസ്ഥാനം എടുക്കുകയും ചെയ്യുന്നവരായിരിക്കും. മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനുള്ള ഇവരുടെ ശക്തി തന്നെയാണ് ഇവരുടെ വ്യക്തിത്വത്തെ ഇത്രയും വ്യത്യസ്തമായി നിലനിർത്തുന്നത്. ഒരു പൊതുവായ ലക്ഷ്യമുണ്ടാക്കുകയും ആ ലക്ഷ്യത്തിന് വേണ്ടി നേതൃത്വം ഏറ്റെടുക്കുകയും ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി തനിക്ക് ആവശ്യമുള്ള ആളുകളെയെല്ലാം തന്നോടൊപ്പം നിർത്തുകയും അങ്ങനെ ആ പ്രൊജക്റ്റ് ഭംഗിയായി പൂർത്തീകരിക്കുവാനുള്ള കഴിവ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവ സവിശേഷതകളാണ് അവരുടേത്. അവരുടെ ഉള്ളിൽ ദൃഢനിശ്ചയവും മൂർച്ചയുള്ളൊരു മനസ്സുമുണ്ട്. അത് കാരണം എന്ത് ലക്ഷ്യവും നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ഉള്ളിലുള്ള ഡ്രൈവ്, ആ ഡ്രൈവ് കാരണം അവർ പലതും കീഴടക്കുന്നു. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ വളരെ അപൂർവമായിരിക്കും. മുഴുവൻ ജനസംഖ്യയുടെയും ഒരു 3% മാത്രം വരുന്ന ആളുകളായിരിക്കും ഈ കമാൻഡർ പേഴ്സണാലിറ്റിയിലുള്ളത്. എന്നാൽ നമുക്കിടയിൽ നമ്മൾ തീർച്ചയായും ഒരു കമാൻഡർ പേഴ്സണാലിറ്റിയെ കാണുക തന്നെ ചെയ്യും. അവർ ലോകത്തിലെ മറ്റുള്ള ആളുകളെ, ഭീരുക്കളായ ആളുകളെ, സെൻസിറ്റീവായ ആളുകളെ എല്ലാം അടക്കി ഭരിക്കുന്നവരായിരിക്കും. അവർ വലിയ സംരംഭകർ, അതായത് വലിയ വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നവരായിരിക്കും. അല്ലെങ്കിൽ അവർ സമൂഹത്തിലെ ഒരു നേതാവായിരിക്കും. കമാൻഡർമാർ എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴും എന്തെങ്കിലും ഒരു വെല്ലുവിളികളെ പരിഹരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം. ഒരു വെല്ലുവിളികളും ഇല്ലാത്തൊരു ദിവസം അവർക്ക് ശരിക്കും ബോറിംഗ് ആയിട്ടുള്ള ദിവസമായിരിക്കും. അവർക്ക് കൃത്യമായൊരു സമയവും ആവശ്യമുള്ള റിസോഴ്സുകളും ലഭിക്കുകയാണെങ്കിൽ എന്ത് കാര്യവും നേടിയെടുക്കുവാൻ എനിക്ക് കഴിയുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഗുണം കാരണം കമാൻഡർ പേഴ്സണാലിറ്റിയുള്ള ആളുകൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ മുന്നിട്ടിറങ്ങുന്നവരായി മാറുന്നു. അവർക്ക് ജീവിതത്തിൽ വലിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുവാൻ സാധിക്കും. ഓരോ ഘട്ടത്തിലും നിശ്ചയദാർഢ്യത്തോടെയും കൃത്യതയോടെയും അത് നടപ്പിലാക്കുവാനുള്ള, തന്ത്രപരമായി ചിന്തിക്കുവാനുള്ള ശേഷിയും ആ ശ്രദ്ധ ദീർഘകാലത്തേക്ക് നിലനിർത്തുവാനുള്ള ശേഷിയും അവർക്കുണ്ടായിരിക്കും. ഈ ദൃഢനിശ്ചയം കാരണത്താലാണ് അവർ തങ്ങളുടെ വിജയം മുൻകൂട്ടി പ്രവചിച്ചതിന് ശേഷം പ്രവൃത്തിയിലേക്ക് ഇറങ്ങുന്ന ഒരു ശീലം കാണിക്കുന്നത്. അവർ പറയും, അടുത്ത വർഷം ഈ ദിവസമാകുമ്പോഴേക്കും ഞാൻ ഇങ്ങനെയായിട്ടുണ്ടാവും, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടാകുമെന്നെല്ലാം. അവർ ആ കാര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ ഒരു പാത പോലും തെളിഞ്ഞു കണ്ടിട്ടുണ്ടാകില്ല. എങ്കിലും അവർ പ്രഖ്യാപിക്കും. കാരണം അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമെന്ന് അവർക്ക് തന്നെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് വിജയം മുൻകൂട്ടി പ്രഖ്യാപിച്ച ശേഷം പിന്നീട് അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ള ആ ഒരു ശീലം അവരിലുണ്ടായിരിക്കും. ഈ കമാൻഡർ സ്വഭാവത്തിലുള്ളവർ സ്വയം മുന്നേറുക മാത്രമല്ല, തങ്ങളോടൊപ്പമുള്ള എല്ലാവരെയും മുന്നോട്ട് നയിക്കുവാനുമുള്ള ശക്തി ഉണ്ടായിരിക്കും. അവർ ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുക എന്ന സ്വഭാവമേ ഉണ്ടായിരിക്കുകയില്ല. നമ്മളിൽ ചില ആളുകൾ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് കരുതി സ്വയം തന്നെ ചെയ്യുന്നവർ കണ്ടിട്ടില്ലേ? അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ഭേദം ഞാൻ തന്നെ അത് ചെയ്യുന്നതാണ് എന്ന് പറയുന്നവർ. എന്നാൽ ഈ കൂട്ടർ അങ്ങനെയായിരിക്കില്ല. ഇവർ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ
ആ കാര്യത്തിനൊരു നേതൃത്വം നൽകുകയും അതിനൊരാജ്ഞ നൽകുകയും മാത്രം ചെയ്താൽ മതിയാകും. അത് ഏറ്റെടുത്ത് ചെയ്യുവാൻ സന്നദ്ധരായിട്ടുള്ളവർ അവരുടെ ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവരെ കമാൻഡർ എന്ന് വിളിക്കുന്നത് തന്നെ. വളരെയധികം ആധിപത്യമുള്ളവരായിരിക്കും. അവർ ഒരുപാട് കാലം ഒരു കാര്യവും ക്ഷമിക്കുകയില്ല. ക്ഷമ എന്നത് അവരിൽ വളരെ വിരളമായിട്ട് മാത്രമേ കാണപ്പെടുകയുള്ളൂ. അത് അവരൊരു തണുത്ത മനസ്സുള്ളവരായതുകൊണ്ടോ അല്ലെങ്കിൽ അവർ ദുഷ്ടനായതുകൊണ്ടോ അല്ല. കമാൻഡർ വ്യക്തിത്വങ്ങൾക്ക് ഏറ്റെടുത്ത പ്രൊജക്റ്റുകൾ പൂർത്തീകരിക്കുക എന്നത് ജീവിതത്തിൽ വളരെ പ്രസക്തമായൊരു കാര്യമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. സ്വയം വെല്ലുവിളികളെ നേരിടുന്നത് പോലെ തൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം വെല്ലുവിളികൾ നേരിടട്ടെ, ബുദ്ധി കൊണ്ട് യുദ്ധം ചെയ്യട്ടെ, അധ്വാനിക്കട്ടെ, തിരിച്ചടികൾ വരുമ്പോൾ അതിനെ സമർത്ഥമായി കൈകാര്യം ചെയ്യട്ടെ. അപ്പോൾ അവരും ശക്തരാകും. ഇങ്ങനെ ഒരു ചിന്താഗതിയായിരിക്കും കമാൻഡർ പേഴ്സണാലിറ്റീസിനുണ്ടാവുക. ഈ കമാൻഡർമാരോട് ആർക്കാണ് എതിരിടാൻ കഴിയുക എന്നോ? വളരെ വലിയ ബുദ്ധിയുള്ളവർക്ക് മാത്രം. അവരോട് സംസാരിക്കണമെങ്കിൽ പോലും വലിയ ബുദ്ധിയുടെ ആവശ്യമുണ്ടായിരിക്കും. കാരണം അവർ കൃത്യതയോടെയും ഗുണനിലവാരത്തോടു കൂടിയുമുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്നവരായിരിക്കും. അവർ വെറുതെ സംസാരിക്കുക പോലുമില്ല. എന്നാൽ അവർ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ വാക്കുകൾ ഒരുപാട് പേരുടെ മനസ്സുകളിൽ കോളിളക്കം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അത്രയും ശക്തിയുള്ള വാക്കുകളായിരിക്കും അവരുടേത്. വാസ്തവത്തിൽ അവരുടെ ഈ വാക്കുകൾ സാമൂഹ്യമായ കാര്യങ്ങളിലും ഒരു സംരംഭത്തിലുമെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഉപകരിക്കുമെങ്കിലും അവരുടെ ആ സ്വഭാവം അവർ സ്വന്തം വീടുകളിലും കാണിക്കും. അത് വീട്ടിലുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുവാനും സാധ്യതയുണ്ട്. ഒരു നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി പോലെ ആയിരിക്കില്ല അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ ഒരു നാർസി സ്വഭാവം ഒരുപക്ഷെ മണത്തേക്കാം. കമാൻഡർമാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഓരോരോ മനുഷ്യരുടെയും കഴിവുകൾ തിരിച്ചറിയുവാനുള്ള അപാരമായ ശേഷിയുണ്ട് എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോഴേക്കും ആ വ്യക്തിയുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ഈ വ്യക്തിയെ എനിക്കെങ്ങനെ എൻ്റെ കൂടെ നിർത്താൻ പറ്റും, ഇദ്ദേഹത്തെ എൻ്റെ കൂടെ ചേർത്തി കഴിഞ്ഞാൽ എൻ്റെ ടീമിന് എന്തു ഗുണമാണ് ഉണ്ടാവുക എന്നിങ്ങനെയെല്ലാം ചിന്തിക്കാൻ തുടങ്ങും. എത്ര മിടുക്കനാണെങ്കിലും ഒരാൾക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പലർക്കും പല കാര്യങ്ങളിലും കൂട്ടായ്മയിൽ ചേരേണ്ടതായിട്ട് വരും. ഇത്തരം കൂട്ടായ്മകളിൽ ചേരുന്ന ആളുകളും കൂട്ടായ്മകളെ നിർമ്മിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കുമല്ലോ. ഇതിൽ കൂട്ടായ്മകളിൽ ചേരുന്ന ഒരാളായി ഒരിക്കലും ഒരു കമാൻഡർ പേഴ്സണാലിറ്റി നിലനിൽക്കുകയില്ല. അദ്ദേഹം സ്വയം കൂട്ടായ്മകൾ നിർമ്മിക്കുന്ന വ്യക്തിയായിരിക്കും. അഥവാ ഈ കമാൻഡർ പേഴ്സണാലിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടായ്മയുടെ ഉള്ളിൽ അവരുടേതായൊരു കൂട്ടായ്മ അദ്ദേഹം വേറെ സൃഷ്ടിച്ചിട്ടുണ്ടാകും. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിലാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അദ്ദേഹം മതത്തിനുള്ളിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ മതത്തിനുള്ളിൽ പ്രത്യേക ചിന്താഗതികളുള്ള മറ്റൊരു സമൂഹത്തെ നിർമ്മിക്കും. അദ്ദേഹം ഒരു സൊസൈറ്റിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ സൊസൈറ്റിയിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു പുതിയ ഗ്രൂപ്പ് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഈ കമാൻഡർ വ്യക്തികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം അവരെ ചുറ്റിപ്പറ്റിയൊരു ഗ്രൂപ്പ് ഉണ്ടാകും എന്നുള്ളത് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. അവർ അമിതമായ അഹങ്കാരവും ധിക്കാരവും ഒന്നും കാണിക്കില്ല. എന്നാൽ അവർ ഒരിക്കലും ആർക്കും കീഴ്വഴങ്ങി ജീവിക്കുകയുമില്ല. ആളുകളെ എൻ്റെ കീഴെയാണ് നിൽക്കേണ്ടതെന്നും ഞാൻ പറയുന്നതായിരിക്കണം അവസാന വാക്യമെന്നും അവർക്ക് വാശിയാണ്. ഈ ഒരു കാരണത്താൽ കമാൻഡർമാർ പലപ്പോഴും പല കുഴപ്പങ്ങളിലും അകപ്പെടാറുമുണ്ട്. എന്നാൽ അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. കാരണം അവർ ഒരു കമാൻഡറാണ്. ഒരു കമാൻഡർക്ക് പൊതുവെ വൈകാരിക തലം വളരെ കുറവായിരിക്കും. അവരെ വൈകാരികമായി സ്വാധീനിക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. എന്നാൽ എല്ലാ ആളുകളുടെയും പ്രിയപ്പെട്ട വ്യക്തി തന്നെയായിരിക്കും, ജനപ്രിയനായിരിക്കും. പക്ഷെ കാര്യം എന്തെന്നാൽ വൈകാരിക പ്രകടനങ്ങളും വൈകാരിക ചിന്താഗതികളും ദുർബലതയാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. ഇത് കാരണത്താൽ അവരെ വൈകാരികമായി സ്വാധീനിക്കുന്നത് കഠിനം തന്നെയാണ്. ഒരു കാര്യം ഓർക്കുക, അവർ ഒരു കാര്യവും ഒറ്റയ്ക്ക് നേടിയെടുക്കുക എന്നുള്ളതിലല്ല ശ്രദ്ധിക്കുക. അവരെപ്പോഴും ഒരു ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. ചില ആളുകൾ ചില ടീമുകളെ നയിക്കുന്ന സമയത്ത് ആ ടീം ആകെ അസ്വസ്ഥമായിരിക്കും. നിങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലേ? അതായത് അവർ ഒരു ടീമിനെ നയിക്കുമ്പോൾ ആ ടീമിലുള്ളവരുടെ ഇടയിൽ മുറുമുറുപ്പുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇയാളാണോ നേതാവ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒരു കമാൻഡർ പേഴ്സണാലിറ്റി ടീമിന്റെ മുന്നിൽ വളരെ സെൻസിറ്റീവായിരിക്കും. ടീമിനെ മനസ്സിലാക്കുകയും ടീമിനോടൊപ്പം നിൽക്കുകയും ടീമിന് വേണ്ട രീതിയിലുള്ള ഡയറക്ഷൻസ് കൊടുക്കുകയും ടീമിന്റെ മുന്നിൽ ഒരു രക്ഷകനായി പ്രവർത്തിക്കുകയും ചെയ്യും. അത് കാരണത്താൽ ഒരു കമാൻഡർ പേഴ്സണാലിറ്റിയിൽപ്പെട്ട വ്യക്തി ഒരു ടീമിനെ നയിക്കുമ്പോൾ ടീമിലുള്ള ആളുകൾ വളരെ സംതൃപ്തരായിരിക്കും. അവർ തൻ്റെ നേതാവായ ആ വ്യക്തിയുടെ മുന്നിൽ എല്ലാ തരത്തിലും സമർപ്പണം ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരുമായിരിക്കും. യഥാർത്ഥ ശക്തി കേന്ദ്രങ്ങളായിരിക്കും അവർ. അവർ ജീവനേക്കാൾ വലുതാണ് തങ്ങളുടെ പ്രൊജക്റ്റ് എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും.
അതുകൊണ്ട് അവർ ഏറ്റെടുത്ത കാര്യത്തിന് വേണ്ടി ജീവൻ പരിത്യാഗം ചെയ്യാൻ പോലും തയ്യാറാവാത്തൊരവസ്ഥയുണ്ടാകും. അവർ എപ്പോഴും ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ അവരുടെ ഉയർച്ചയുടെ കാരണം അവരായിരിക്കുകയില്ല, അവരുടെ ടീമായിരിക്കും. ടീമിന്റെ സംഭാവനകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സ്വയം വളരുവാനും ടീമിനെ മുഴുവൻ വളർത്തുവാനും ഇത്തരക്കാർക്ക് വളരെ നല്ലപോലെ കഴിവുണ്ടായിരിക്കും. വാസ്തവത്തിൽ ഈ കമാൻഡർ പേഴ്സണാലിറ്റീസിന് ആരോഗ്യകരമായ ഒരു വൈകാരിക സ്വഭാവവും മനുഷ്യന്റെ മനസ്സുകളെ മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രദ്ധയുമുണ്ടെങ്കിൽ അവരൊരു സമ്പൂർണ്ണ വ്യക്തിത്വമായി മാറിയേനെ. എന്നാൽ ദൗർഭാഗ്യവശാൽ അവർക്ക് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ വിജയങ്ങൾ അവർ കൈവരിക്കുമ്പോൾ പോലും ഒരു നിസ്സംഗഭാവത്തോടെ ഇതെല്ലാം എന്ത് എന്ന ചിന്താഗതിയോടെ നിൽക്കുവാൻ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ. പ്രവർത്തിക്കുന്ന സമയത്ത് അവർ കാണിക്കുന്ന ആ ഒരു ഉത്സാഹം അതിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് അവർക്കുണ്ടായിരിക്കുകയില്ല. അവർ തീർച്ചയായും ആ റിസൾട്ടിൽ അഭിമാനിക്കുന്നുണ്ടായിരിക്കും. വളരെ വലിയ ഉള്ളു നിറഞ്ഞൊഴുകുന്ന ഒരാനന്ദം അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ആ റിസൾട്ടിനെ ആഘോഷിക്കുവാൻ വേണ്ടി ആൾക്കൂട്ടത്തിൽ ഒരാളായി ആഹ്ലാദ ആരവം മുഴക്കുവാനൊന്നും അവർ ഉണ്ടായിരിക്കുകയില്ല. അത്തരം ഘട്ടങ്ങളിൽ അവർ ഒരു മൂലയിൽ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അതവരുടെ ഒരു പ്രശ്നമല്ല. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കാര്യം വിജയിച്ച് അതിന്റെ ആഹ്ലാദം എല്ലാവരും ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ അടുത്ത കാര്യം നേടുവാനുള്ള ചിന്തകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഈ കമാൻഡർ പേഴ്സണാലിറ്റീസിന് അഥവാ തങ്ങളുടെ ആത്മവിശ്വാസത്തിൽ എന്തെങ്കിലും ഒരു സംശയം ബാധിച്ചാൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ വന്നെത്തും. അത്തരത്തിലുള്ള ചില ഘട്ടങ്ങളിൽ മാത്രം ഇവരെ എവിടെയും കാണാൻ കിട്ടുകയില്ല. ഇവർ പൂർണ്ണമായും ഒരു ഗുഹാജീവിയായി മാറുകയും തൻ്റെ ഉള്ളിലേക്കൊരു യാത്ര ചെയ്യുകയും തൻ്റെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും ഉത്തേജിപ്പിച്ചെടുക്കുവാനുള്ള ഒരു പ്രയത്നത്തിൽ മുഴുകുകയും ചെയ്യും. അതുകൊണ്ട് ഈ കമാൻഡർ പേഴ്സണാലിറ്റീസ് ഇടയ്ക്കിടയ്ക്കൊന്ന് അപ്രത്യക്ഷമാകും. അത് അവരുടെ ശക്തി തിരിച്ചാർജിക്കുവാൻ വേണ്ടി എടുക്കുന്ന ഒരു ബ്രേക്കാണ്. കാരണം അവർ കൺമുന്നിൽ വെച്ചിരിക്കുന്ന ആ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തുവാൻ തൻ്റെ ഈ ശക്തി പോരാ എന്നും ഞാൻ അല്പം കൂടെ ശക്തി ആർജിക്കേണ്ടതുണ്ടെന്നും അവർക്ക് തോന്നുമ്പോൾ അവർ ഒരു മുങ്ങാങ്കൂളിയിടും. പിന്നെ അവരെ എവിടെയും കാണുക പോലുമില്ല. അവർ ഒന്നുകിൽ ഗഹനമായ ചിന്തയിലോ പഠനത്തിലോ അന്വേഷണത്തിലോ ആയിരിക്കും. പിന്നീടുള്ളൊരു തിരിച്ചുവരവുണ്ട്. ആ തിരിച്ചുവരവ് അതിശക്തമായ ചൂടുവയ്പോടുകൂടിയായിരിക്കും. ഓരോ നിമിഷത്തിലും പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിനും വലിയ വലിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനും അവയെ നാവിഗേറ്റ് ചെയ്യുന്നതിനും നല്ല ശക്തി ആർജിച്ചിട്ടായിരിക്കും അവരുടെ ആ തിരിച്ചുവരവ്. വളരെ വലിയ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ആയത് കാരണത്താൽ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനും ഉത്തേജിപ്പിക്കുവാനും വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ മൂഡ് തന്നെ മാറ്റിമറിക്കുവാനും ഈ കമാൻഡർ പേഴ്സണാലിറ്റീസിന് സാധിക്കും. ഇനി നമുക്ക് ഇവരുടെ വീക്ക്നെസ്സുകളും ശക്തികളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവർക്കല്പം ധാർഷ്ട്യം കൂടുതലായിരിക്കും. മറ്റുള്ളവരുടെ മേൽ ആധിപത്യം കാണിക്കുന്ന സ്വഭാവവും ഉണ്ടായിരിക്കും. വലിയ ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും ഉള്ളവരായത് കാരണത്താൽ താരതമ്യേന ബുദ്ധി കുറവുള്ള അതുപോലെ വൈകാരിക ജീവികളായിട്ടുള്ള ആളുകൾക്ക് ഒരു വിലയും കൊടുക്കാത്തൊരു സ്വഭാവം ഇവർക്കുണ്ടായിരിക്കും. ഒരു സംവാദത്തിൽ ഏർപ്പെടുകയാണെങ്കിലോ ഒരു പോരാട്ടത്തിൽ ഏർപ്പെടുകയാണെങ്കിലോ ഏത് വഴി സ്വീകരിച്ചുകൊണ്ടും അത് വിജയിക്കുവാൻ വേണ്ടി അവർ എന്തും ചെയ്യും. വളരെ വലിയ അസഹിഷ്ണുതയുള്ളവരായിരിക്കും. അവർ ചെയ്യുന്ന ഏതെങ്കിലും കാര്യത്തെ വിമർശിച്ചുകൊണ്ടോ തിരുത്തുവാൻ വേണ്ടിയിട്ടോ ആരെങ്കിലും അവരെ സമീപിച്ചാൽ ഇതാണ് എൻ്റെ വഴി എന്ന് അവർ വ്യക്തമായി പറയും. അദ്ദേഹത്തിനൊരു പ്രധാനമായ ലക്ഷ്യമുണ്ടാവും. ജീവിതത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് കരുതിയിരിക്കുന്ന ഒരു ലക്ഷ്യം. അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഒരാശയങ്ങളെയും ഒരു തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങളെയും അവർ സ്വീകരിക്കുക പോലുമില്ല. മാത്രമല്ല, ചുറ്റുമുള്ളവരോട് ആ വസ്തുത വ്യക്തമാക്കി പറയുവാൻ ഈ കമാൻഡർ പേഴ്സണാലിറ്റീസിന് ഒരു മടിയും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് മുഖത്തു നോക്കി കാര്യങ്ങൾ വിളിച്ചു പറയുന്നവരായത് കാരണത്താൽ തൻ്റെ ടീമിനകത്തുള്ളവരെ പോലെ ടീമിന് പുറത്തുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അധികമൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഒരു സൈഡിൽ അവർക്ക് ശത്രുക്കളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് കമാൻഡർ പേഴ്സണാലിറ്റീസ് ഉണ്ടാക്കി വെക്കുന്ന വലിയൊരു പൊല്ലാപ്പാണ്. കമാൻഡേഴ്സിന് ക്ഷമ കുറവായിരിക്കും. ഒരു നേതാവ് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്തെന്നാൽ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ചെയ്യുകയുമാണ്. അത്തരത്തിലുള്ള തെറ്റുകൾ ഈ കമാൻഡർമാരും ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ടായിരിക്കും. എന്നാൽ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും അത് തെറ്റാണെന്ന് അംഗീകരിക്കുകയൊന്നുമില്ല. എങ്ങനെയെങ്കിലും ആ തെറ്റിനെ ശരിയായി വ്യാഖ്യാനിച്ച് തൻ്റെ മുഖം രക്ഷിക്കുവാൻ നല്ലപോലെ അറിവുള്ളവരായിരിക്കും അവർ. ഈ കമാൻഡർ പേഴ്സണാലിറ്റീസ് അവരുടെ ചിന്തകളെയും അവരുടെ ഉറച്ച ബോധ്യത്തെയും ബഹുമാനിക്കും. അവർക്ക് സ്വന്തം ഗുണങ്ങളിലും സ്വന്തം ശക്തികളിലും അപാരമായ ആത്മവിശ്വാസമായിരിക്കും. അതുകൊണ്ട് അതുമായി പൊരുത്തപ്പെടാത്തവരെല്ലാം അവജ്ഞയോടെ കാണുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരിക്കും. അത്തരത്തിലുള്ളവരെ പരസ്യമായി കളിയാക്കുകയോ അവരോട് ശക്തമായി പ്രതിഷേധിക്കുകയോ ചെയ്യാനൊന്നും യാതൊരു തരത്തിലുള്ള മടിയും ഈ കമാൻഡേഴ്സ് കാണിക്കുകയില്ല. ഇവർ തോറ്റുപോകുന്ന അവസ്ഥകൾ എവിടെയായിരിക്കുമെന്നാൽ വളരെയധികം വൈകാരികമായി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളിലാണ്
ഇവർക്ക് തോൽവി സംഭവിക്കുക. അത് സ്വന്തം വീട്ടിലോ സ്വന്തം ഉറ്റ ബന്ധുക്കളുടെ ഇടയിലോ തന്നെ ആയിരിക്കും. കാരണം ഇവർക്ക് ഈ വൈകാരികമായ കാര്യങ്ങളിൽ വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളെപ്പോലും ഇവർ ഒരു നേതാവിൻ്റെ മനോഭാവത്തോടു കൂടിയാണ് പരിഗണിക്കുക. അത് കാരണത്താൽ സ്വന്തം കുടുംബത്തിനുള്ളിൽ തന്നെ മറ്റുള്ളവരെ നിന്ദിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരുടെ വികാരങ്ങളെ ചവിട്ടി മെതിക്കുന്ന സ്വഭാവം, അശ്രദ്ധമായി പെരുമാറുന്ന സ്വഭാവം, ഇത്തരം സ്വഭാവങ്ങളെല്ലാം കാരണം തൻ്റെ ജീവിത പങ്കാളിയെയും സുഹൃത്തുക്കളെയുമെല്ലാം എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ഈ കമാൻഡർ പേഴ്സണാലിറ്റീസിന് വലിയ കാര്യമായി തോന്നില്ലെങ്കിലും ഒപ്പം നിൽക്കുന്നവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ കരിയറിന്റെ ലോകത്തിലാണ് അവർ ഏറ്റവും വലിയ ശക്തിയുള്ളവരായി കാണപ്പെടുക. വാസ്തവത്തിൽ ഈ കമാൻഡർ പേഴ്സണാലിറ്റീസ് സ്വന്തം വീട്ടിൽ വലിയൊരു പരാജിതനായ വ്യക്തിയും എന്നാൽ തങ്ങളുടെ കരിയറിൽ ഒരു വലിയ വിജയിയായ നേതാവുമായിരിക്കും. അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ വൈകാരിക തലം വളരെ കുറച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് പേരുടെ ആശയങ്ങൾ ഒരുമിച്ച് കേൾക്കുകയും ആ ആശയങ്ങളിൽ നിന്നെല്ലാം ഏകോപിപ്പിച്ച പുതിയൊരു ആശയം ഉണ്ടാക്കുകയും ആ ആശയത്തെ പ്രശംസനീയമായൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്ന് ആധികാരികമായി അവതരിപ്പിക്കുകയും ആ ആശയം ഏറ്റെടുത്ത് നടക്കുവാൻ തന്നോട് മുൻപ് ആശയം പ്രകടിപ്പിച്ച എല്ലാവർക്കും കമാൻഡ് ചെയ്യുകയും ചെയ്യും. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ആരുടെയും ആശയങ്ങളെ അതുപോലെ എടുത്ത് വിഴുങ്ങുന്നവരായിരിക്കില്ല ഇവർ. ആശയങ്ങളെ കളക്ട് ചെയ്ത് പുതിയൊരാശയം ഉണ്ടാക്കി ആ ആശയം അവർക്ക് മുന്നിൽ തന്നെ അവതരിപ്പിച്ച് ഇത് വേണം നിങ്ങൾ ചെയ്യാൻ എന്ന് അടിയുറച്ച് പ്രസ്താവിക്കുന്നവരായിരിക്കും കമാൻഡേഴ്സ്. ഈ കമാൻഡർമാർ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് തോന്നും ഇദ്ദേഹം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇദ്ദേഹം ഈ ചെയ്യുന്നതൊന്നും തന്നെ ശരിക്കും നടക്കാൻ പോകുന്നില്ല, ഇദ്ദേഹം പറയുന്നത് പോലെയൊന്നും ആയിരിക്കില്ല സംഭവിക്കുക, ഇങ്ങനെയെല്ലാം ചിന്തിച്ചേക്കാം. പക്ഷെ കമാൻഡർ ചിന്തിക്കുന്ന വഴി തികച്ചും വ്യത്യസ്തമായിരിക്കും. അവരുടെ പരാജയം മുൻകൂട്ടി പ്രസ്താവിച്ച ആളുകളുടെ മുന്നിൽ വിജയിച്ചു കാണിക്കുക എന്നത് അവർക്ക് വലിയ കാര്യമായത് കാരണത്താൽ അവർ അത്തരത്തിൽ ഗഹനമായി ചിന്തിക്കുവാനും പ്രയത്നിക്കുവാനും എപ്പോഴും സജ്ജരായിരിക്കും. ചെറുപ്പം മുതൽ തന്നെ ഒരു കമാൻഡർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ കഴിവുകൾ തിരിച്ചറിയുവാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവരെ ഇങ്ങനെയൊരു വ്യക്തിയായി വളർത്തിയാൽ മാത്രമേ അവർ ശോഭിക്കുകയുള്ളൂ എന്നുള്ളത് മാതാപിതാക്കൾക്കും മറ്റു ബന്ധുക്കൾക്കും മനസ്സിലാക്കാൻ കഴിവില്ലാത്തത് കാരണത്താൽ ചെറുപ്പം മുതൽ തന്നെ അവരുടെ ചുറ്റും മതിലുകൾ കെട്ടാൻ തുടങ്ങും. എന്നാൽ ഈ മതിലുകളെല്ലാം അവർ പൊളിച്ചുകൊണ്ടേയിരിക്കും. അത് തന്നെ വലിയൊരു സമരമായി പരിണമിക്കും. എന്നാൽ ഒരു വ്യക്തി കമാൻഡർ പേഴ്സണാലിറ്റി ആണ് എന്ന് തിരിച്ചറിയുന്ന പക്ഷം അച്ഛനമ്മമാരും ബന്ധുമിത്രാദികളും അവർക്ക് വളരുവാനുള്ള വഴിയൊരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമാൻഡർ സമൂഹത്തിന്റെ തന്നെ നേതാവായി മാറും. ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ ആവശ്യമാണ്. കാരണം സമൂഹത്തിൽ കൂടുതലും ആളുകൾ സ്വന്തമായി ആശയമോ സ്വന്തമായൊരു ഡ്രൈവോ ഇല്ലാത്തവരാണ്. അത്തരത്തിലുള്ള കൂടുതലും ആളുകൾ ഇങ്ങനെയുള്ള കമാൻഡർമാരെ പിൻപറ്റിക്കൊണ്ട് നടക്കുന്നവരാണ്. കൂടുതലും ആളുകൾ ആരെങ്കിലും ഉണ്ടാക്കി വെച്ച പാതയിലൂടെ നടക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ സ്വന്തമായി പാതയുണ്ടാക്കുവാൻ വളരെ വിരളം പേർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ലോകത്തിലെ ജനസംഖ്യയുടെ 3% മാത്രം വരുന്ന ഈ കമാൻഡർമാർ അപൂർവമായി നമ്മുടെ ലോകത്തിൽ ജന്മമെടുക്കുമ്പോൾ ചെറുപ്പത്തിൽ അവർക്ക് വളരുവാനുള്ള വഴി ഒരുക്കേണ്ടത് മറ്റുള്ളവരുടെ കൂടി ഉത്തരവാദിത്വമാണ്. ഇനി നിങ്ങൾ ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിലും അവർ വളരുക തന്നെ ചെയ്യും. ഇതാണ് ഒരു കമാൻഡർ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ENTJ എന്നറിയപ്പെടുന്ന കമാൻഡർ എന്ന പേഴ്സണാലിറ്റിയുടെ വ്യക്തിത്വ സവിശേഷതകളെ കുറിച്ചിട്ടാണ്. മറ്റൊരു വ്യക്തിത്വ സവിശേഷതയുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി.